ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ലുലു ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഞങ്ങളുടെ ഈ ആഴ്ചത്തെ വെള്ളിയാഴ്ച വിശേഷങ്ങൾ നമുക്ക് ഓടിപ്പോയെന്ന് കണ്ടാലോ. അങ്ങനെ പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞ് ഒരു ചായയും കുടിച്ച് ഞങ്ങൾ നേരെ വിട്ടു. എങ്ങോട്ടാണെന്നല്ലേ ആദ്യം എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഏട്ടൻ ഞങ്ങളെ കൊണ്ടുപോയത് കോബാറിലുള്ള സൈടെക് സയൻറ്റിഫിക് സെൻറ്റർ. ആദ്യം തന്നെ ചെന്ന് കയറുമ്പോൾ അവിടെ കുറേ മിനിയേച്ചേഴ്സ് ആണ് കേട്ടോ ഉള്ളത്. അതിൽ ആ ബിൽഡിങ്ങിൻ്റെ മിനിയേച്ചർ കണ്ടോണ്ടേ നമുക്ക് പക്കാ മനസ്സിലായി. ബാക്കി എന്തൊക്കെയാണെന്നൊന്നും ഒരു ഐഡിയയും കിട്ടിയില്ല. ഞാനത് നോക്കി വായം തുറന്ന് നിന്ന സമയത്ത് ഏട്ടൻ പോയി ടിക്കറ്റ് എടുത്തു. അവിടെ മുകളിൽ 3 എക്സിബിഷൻ ഹാൾസ് ഉണ്ട്, പിന്നെ ഒരു ഐമാക്സ് ഉണ്ട്. ഇതാണ് ആ ബിൽഡിങ്ങിനകത്ത് നമുക്ക് കാണാനുള്ളത്. അങ്ങനെ ടിക്കറ്റ് എടുത്തുകൊണ്ട് വരുന്ന ഏട്ടൻ്റെ മുഖത്തൊരു പ്രത്യേക ചിരി ഉണ്ടായിരുന്നു കേട്ടോ. എന്താ ചോദിച്ചപ്പോഴാണ് ഏട്ടൻ പറയുന്നത് എക്സിബിഷനൊക്കെ ഫ്രീ ആണ്, ഐമാക്സിന് മാത്രം നമ്മൾ ടിക്കറ്റ് എടുത്താൽ മതി. അങ്ങനെ നേരെ പോകുന്നത് ഫസ്റ്റ് എക്സിബിഷൻ സെൻറ്റർ ആയിരുന്നു കേട്ടോ. അതായത് ഫസ്റ്റ് സ്പോട്ട് അത് ഒരു അക്വേറിയം ആയിരുന്നു. ഈ ഏരിയ ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്ത് അബിക്കുട്ടനാണ്. അത് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരുപാട് വിവിധ തരം ഫിഷുകൾ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമ്മുടെ നാട്ടിലെ കൊല്ലത്ത് വന്നിട്ടുള്ള ആ ഒരു ടണൽ അക്വേറിയത്തിൻ്റെ ഏടയിലത്ത് വന്നിട്ടില്ല. എന്തായാലും വലിയ കുഴപ്പമില്ലായിരുന്നു. അഭിമോൻ നന്നായി എൻജോയ് ചെയ്ത് കണ്ടപ്പോൾ തന്നെ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ. അവിടെ നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ്, അതായത് അടുത്ത റൂമിലേക്ക്. ചെന്ന് കയറുമ്പോൾ തന്നെ അവിടെ ഒരു അസ്ഥികൂടമായിരുന്നു. യെസ്, അതൊരു സയൻസ് എക്സിബിഷൻ ഹാളായിരുന്നു. ഏട്ടനെ വലിയ കാര്യത്തെ നോക്കി സയൻസ് പഠിച്ചാലേ പറഞ്ഞു തരും ഇത് എന്തൊക്കെയാണെന്ന്. പിന്നെ എന്തൊക്കെയൊക്കെയോ പറഞ്ഞ് തട്ടിമുട്ടിയൊക്കെ അവിടുന്ന് അടുത്ത സെക്ഷൻ നമ്മുടെ അബിക്കുട്ടൻ്റെ അടി. അവിടുത്തെ എനിക്കൊരു മിറർ, ഞാനതിൽ കുറച്ച് നേരം എൻ്റെ സൗന്ദര്യം ആസ്വദിച്ചു. അബിക്കുട്ടൻ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി അവൻ്റെ പല പരിപാടികൾ. ആ കുട്ടി കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. അവൻ ജന്മം ചെയ്താൽ കേട്ടില്ല. ഓ മൈ ഗോഡ്, അടികൊണ്ടോ എന്തോ. അല്പസമയത്തിനകം പിന്നെ അവിടെ കണ്ട കാഴ്ച ഇതായിരുന്നു. അബിക്കുട്ടൻ ജന്മം ചെയ്ത് അവിടെ നിന്ന് വരില്ല എന്നുള്ള അവസ്ഥയായിരുന്നു കേട്ടോ. പിന്നെ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് അവനുമായി നേരെ ഐമാക്സിലേക്ക്. ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ഞാൻ കോയമ്പത്തൂർ ഐമാക്സ് കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ആ ഒരു ഫീലായിരുന്നോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷെ ഒരു ഭയങ്കരൻ വലിയ സ്ക്രീനായിരുന്നു കേട്ടോ. ആ സ്ക്രീൻ കണ്ടുകൊണ്ട് തന്നെ ഇരിക്കാൻ ഒരു രസമുണ്ടായിരുന്നു. ഇതിൻ്റെ ഫുൾ വീഡിയോ എൻ്റെ ചാനലിലുണ്ട്, കാണാത്തതിന് മറക്കാതെ കാണണേ. അപ്പോൾ ശരി, ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അയ്യോ, ഒരു കാര്യം പറയാൻ പറഞ്ഞു. അവരുടെ എക്സിബിഷന് പൈസ വാങ്ങിക്കാഞ്ഞെന്നറിയോ, അവിടെ ഒന്നും പ്രോപ്പർ വർക്കിംഗ് അല്ലായിരുന്നു. അപ്പോൾ ടാറ്റാ ബൈ.